നമസ്കാരം. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തപ്പോൾ മലയാളി സമൂഹം കുറ്റകരമായ മൗനമാണ് പുലർത്തിയത്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഏത് നടപടി ഉണ്ടായാലും ആരെങ്കിലുമൊക്കെ പിന്തുണയ്ക്കാൻ രംഗത്തെത്താറുണ്ട്. ബലാത്സംഗ കേസിൽ പ്രതിയായാൽ പോലും, അഴിമതി കേസിൽ അറസ്റ്റിലായാൽ പോലും അവരുടെയൊക്കെ ആരാധകർ രംഗത്ത് വരാറുണ്ട്. എന്നാൽ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ പിതൃസ്ഥാനത്തുള്ള തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ വിശ്വാസി സമൂഹം അടക്കം കൈയടിച്ചു. അത്രയും വലിയ ഒരു PR സ്ട്രാറ്റജി ആയിരുന്നു CPIM എന്ന രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ പേരിലെടുത്തത്. തന്ത്രിയെ പിന്തുണയ്ക്കാൻ എല്ലാവരും ഭയന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, തന്ത്രിയാണ് ഇതിൻ്റെയൊക്കെ ആസൂത്രകൻ എന്ന തരത്തിൽ ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും, മറുനാടനടക്കമുള്ള മാധ്യമങ്ങൾക്കും വാർത്ത സൃഷ്ടിക്കാൻ പരുവത്തിലുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം പുറത്തേക്ക് വിട്ടു. അന്വേഷണ സംഘവും അവരുമായി ചേർന്ന് നിൽക്കുന്നവരും നേരിട്ട് പറയുന്നില്ലെങ്കിലും ഇതാണ് അതിന് ശരി എന്ന തരത്തിൽ പുറത്തേക്ക് വിട്ട വിവരങ്ങൾ ക്യാപ്സ്യൂളുകളായി സോഷ്യൽ മീഡിയയിൽ പടർന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തന്ത്രിക്ക് തകർന്നുപോയ ഒരു ബാങ്കിൽ 2.5 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായിരുന്നു എന്നതാണ്. തന്ത്രി ആ ബാങ്ക് പൊളിഞ്ഞു പോയിട്ട് ഒരു പരാതി പോലും പെട്ടില്ല എന്ന് വന്നപ്പോൾ, തന്ത്രിക്ക് കേരളത്തിന് പുറത്ത് മദ്യ വ്യവസായത്തിൽ പോലും നിക്ഷേപമുണ്ട് എന്ന തരത്തിൽ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരാളും തന്ത്രിയെ പിന്തുണച്ചില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന നിലപാടെടുത്തു. 41 ദിവസമാണ് തന്ത്രിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. എന്നാൽ 41ാമത്തെ ദിവസം തന്ത്രിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും പൊളിഞ്ഞു പാളിഷായി. കോടതി, നിങ്ങൾ എന്തിന് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു? തെളിവിൻ്റെ ഒരു കണിക പോലും നിങ്ങളുടെ കയ്യിലില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് തന്ത്രിയെ പിന്തുണയ്ക്കാത്ത കേരളീയ സമൂഹത്തിന് കുറ്റബോധമുണ്ടാകുന്നത്. എന്നാൽ ആ കുറ്റബോധം അവരിപ്പോഴും പ്രകടിപ്പിക്കുന്നില്ല. തങ്ങൾ നേരത്തെ തള്ളിപ്പറഞ്ഞതുകൊണ്ട്, പിന്തുണയ്ക്കാതിരുന്നതുകൊണ്ട് ഇപ്പോൾ പിന്തുണച്ചാൽ ആളുകൾ പഴി പറയുമല്ലോ എന്ന് ഭയന്ന് തൽക്കാലം തന്ത്രിയുടെ വഴി നോക്കട്ടെ എന്ന നിലപാടാണ് കേരളീയ സമൂഹം എടുക്കുന്നത്. തന്ത്രിയെ പിന്തുണച്ചത് രാഹുൽ ഈശ്വരും ശ്രീജിത്ത് പണിക്കരും മാത്രമായിരുന്നു. രാഹുൽ ഈശ്വർ ബന്ധുവായതുകൊണ്ട് അതിൻ്റെ പേരിൽ പഴി കേട്ടു. ശ്രീജിത്ത് പണിക്കർക്കെതിരെ സംഘപരിവാർ പ്രൊഫൈലുകൾ പോലും രംഗത്തെത്തി. തന്ത്രിയെ പിന്തുണച്ചാൽ എന്തു സംഭവിക്കും എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു ശ്രീലേഖയുടേത്. തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ മുൻ DGP കൂടിയായ R ശ്രീലേഖ ഇങ്ങനെ എഴുതി: ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ 30 വർഷത്തിലേറെയായി എനിക്കറിയാം. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഭഗവാൻ അയ്യപ്പനോ ക്ഷേത്രങ്ങൾക്കോ ദോഷകരമായി ഒന്നും ചെയ്യില്ല എന്നുറപ്പാണ്, 100% ഉറപ്പ്. ഈ കേസിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഭക്തജനങ്ങൾ കണ്ണു തുറന്നൊന്ന് കാണാൻ അപേക്ഷിക്കുന്നു. ഇത്ര നാളായല്ലോ, എവിടെയാണ് ഭഗവാന്റെ സ്വർണം? അതുപോലും പിടിച്ചെടുക്കാതെ ആർക്കു വേണ്ടിയാണ് ആചാരലംഘനം നടത്തിയെന്ന് പറഞ്ഞുള്ള ഈ അറസ്റ്റ്? എന്നാൽ നോക്കൂ, ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു R ശ്രീലേഖയ്ക്ക്. അത്രമാത്രം സൈബർ ആക്രമണമായിരുന്നു. ശ്രീലേഖയെ പിന്തുണയ്ക്കാൻ ആരും എത്തിയില്ല. ഒടുവിൽ അതേ ചോദ്യങ്ങൾ കോടതി ചോദിച്ചപ്പോൾ ശ്രീലേഖ ഒരു ചെറുപുഞ്ചിരിയോടെ ഇന്നലെ രംഗത്ത് വന്ന് താൻ പറഞ്ഞപ്പോൾ തെറി വിളിച്ചവർ എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജനുവരി 9 ശബരിമലയുടെ തന്ത്രി കണ്ഠരര് രാജീവരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തു. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. എനിക്കറിയാവുന്ന രാജീവര് ഒരു കാരണവശാലും ശ്രീ അയ്യപ്പന് അഹിതമായ ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ അറസ്റ്റിന്റെ പുറകിൽ എന്തോ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞു. ഒരു തെറിയുടെ പൂരമായിരുന്നു. നിങ്ങൾ എന്തൊരു IPS ആണ്, പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സമ്മതിക്കില്ലേ? അവസാനം ഗത്യന്തരമില്ലാതെ ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ഇപ്പോ കോടതിയും ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് സമ്മതിച്ചില്ലേ? തന്ത്രിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 1994 മുതൽ 6 വരെ പത്തനംതിട്ട ജില്ലയുടെ SP ആയിരുന്ന സമയം മുതൽ കണ്ഠരര് രാജീവര് തന്ത്രിയെ എനിക്കറിയാം. അദ്ദേഹം യാതൊരു കാരണവശാലും ശബരിമലയ്ക്കോ അയ്യപ്പനോ ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യുകയുമില്ല, കൂട്ടുനിൽക്കുകയുമില്ല. ഇനിയെങ്കിലും ദയവ് ചെയ്ത് കേരള ഹൈക്കോടതി ഈ കേസ് CBIയെ ഏൽപ്പിക്കണം. ഇപ്പൊ അന്ന് എന്നെ തെറി വിളിച്ചവരൊക്കെ എവിടെ പോയോ എന്തോ. ശ്രീലേഖ പറഞ്ഞതായിരുന്നു ശരിയെന്ന് പറയാൻ ഇന്നും ആരും തയ്യാറല്ല. തന്ത്രിയെ കൊല വിളിച്ചവർക്ക് മാപ്പ് പറയാൻ മടിയായിരിക്കാം. തന്ത്രി അറസ്റ്റ് ചെയ്തതിനെ ന്യായീകരിക്കുകയും തന്ത്രി അകത്ത് കിടക്കട്ടെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ, അയ്യപ്പനെ മോഷ്ടിച്ചത് തന്ത്രിയാണെങ്കിലും തന്ത്രിയുടെ പിതാവാണെങ്കിലും അനുഭവിക്കട്ടെ എന്ന നിലപാട് പരസ്യമായി പറഞ്ഞ ആളാണ് ഞാൻ. ഈ അന്വേഷണ സംഘത്തെ അവിശ്വസിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ തന്ത്രിയും കുഴപ്പക്കാരനാവും എന്ന നിലപാടെടുത്ത ആളാണ് ഞാൻ. എന്നാൽ തന്ത്രിയുടെ പേരിൽ കുറ്റമില്ല എന്ന് പറയുമ്പോൾ, തന്ത്രി നിരപരാധിയാണ് എന്ന് പറയുമ്പോൾ, നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിന്ന് സ്വന്തം ഈഗോയെ
തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്ത്രിക്ക് നീതി കിട്ടണം എന്ന് ഉറക്കെ പറയാൻ ഒരു ഭയവും എനിക്കില്ല. നീ തന്നെയല്ലേ തന്ത്രിയെ നേരത്തെ കുറ്റം പറഞ്ഞത് എന്ന് കമ്മിക്കൂട്ടങ്ങൾ ചോദിച്ചെന്ന് വരാം. ആ ചോദ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞൊഴിയാൻ ഒരു മനസ്സുമില്ല. നമ്മുടെ മുമ്പിലെത്തിയ രേഖകൾ, നമ്മുടെ മുമ്പിലെത്തിയ മൊഴികൾ അതൊക്കെ തന്ത്രിക്കെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ അയ്യപ്പനെ മോഷ്ടിച്ചത് തന്ത്രിയാണെങ്കിലും അനുഭവിക്കട്ടെ എന്ന് നിലപാടെടുത്തു. എന്നാൽ തെളിവ് മുഴുവൻ പരിശോധിച്ച് കോടതി ഒരു തെളിവുമില്ല എന്ന് പറയുമ്പോൾ തന്ത്രിക്ക് ആത്മീയ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ശബരിമലയിലെ സ്വത്ത് സംരക്ഷിക്കാൻ ഒരധികാരവുമില്ല. ശ്രീകോവിലിന്റെ വാതിൽപ്പടിയുടെ പുറംതോടിന്റെ അധികാരം പോലുമില്ല. പിന്നെയാണോ ദ്വാരപാലക ശില്പം എന്ന് ചോദിക്കുമ്പോൾ എന്തുത്തരമാണ് പറയാനുള്ളത്? തന്ത്രി ആത്മീയ കാര്യങ്ങളിൽ മാത്രം നോക്കേണ്ട ആളാണ്, ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയേണ്ട ആളാണ്. ദ്വാരപാലക ശില്പം എടുത്തുകൊണ്ട് പോകുമ്പോൾ തന്ത്രിയോട് ഒരനുജ്ഞയും ആരും ചോദിച്ചിട്ടില്ല. ചോദിക്കാത്തതിന്, ഉത്തരം പറയാത്തതിന് തന്ത്രി എങ്ങനെ കുറ്റക്കാരനാവും? അങ്ങനെ കുറ്റക്കാരനാണെന്ന് പറഞ്ഞാണ് തന്ത്രിയെ പിടിച്ച് ജയിലിൽ അടച്ചത്. അത് അന്യായമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തന്ത്രിയെ കുരുക്കിയതാണ് എന്ന് കൃത്യമായി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ ഇന്നലെ 24 ന്യൂസ് ചാനലിൽ രംഗത്ത് വന്നിരുന്നു. വളരെ കൃത്യമായ അഭിപ്രായമാണ്. പക്ഷെ അവരുടെ ഓഡിയോ ക്ലിപ്പ് പോലും എടുത്താൽ അവരപ്പോൾ തന്നെ കോപ്പിറൈറ്റ് അടിക്കുന്നത് കൊണ്ട് അത് കൊടുക്കുന്നില്ല. ശ്രീജിത്ത് പണിക്കർ കണക്ക് നിരത്തി പറയുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് സുഹൃത്തുക്കളായിരുന്നു എന്ന്. തെറ്റാണ്. ശ്രീജിത്ത് പണിക്കർ പറയുന്നുണ്ട്. അനുജ്ഞ ചോദിക്കാതെ എങ്ങനെ അനുജ്ഞ കൊടുക്കും എന്ന് ശ്രീജിത്ത് പണിക്കർ പറയുന്നുണ്ട്. പിന്നെ തന്ത്രിയുടെ സ്വത്തിനെ കുറിച്ചാണ്. തന്ത്രിക്ക് സ്വത്തുണ്ടാവാം, അതില്ല എന്ന് നമ്മൾ പറയേണ്ടതില്ല. ഒരുപക്ഷെ പല സ്വത്തിൻ്റെയും കണക്ക് വ്യക്തമല്ലായിരിക്കാം. തന്ത്രി കുടുങ്ങിപ്പോയതും ആ മേഖലയിലാവാം. കാരണം തന്ത്രിക്ക് കിട്ടുന്ന ദക്ഷിണ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല. ശബരിമല തന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, ഏതാണ്ട് 500ഓളം ക്ഷേത്രങ്ങളുടെ തന്ത്രിയാണ് കണ്ഠരര് രാജീവര്. തന്ത്രിക്ക് വലിയ വിലയുണ്ട്. കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും തമിഴ്നാട്ടിലെയും തെലങ്കാനയിലെയും ഒക്കെ ഭക്തജനങ്ങൾ തന്ത്രിക്ക് 3, 4, 5 ലക്ഷം രൂപ ദക്ഷിണ കൊടുത്തെന്ന് വരാം. അതൊന്നും കൃത്യമായി കണക്കിൽപ്പെടുത്താതെ, കൃത്യമായി നികുതി അടയ്ക്കാതെ തന്ത്രി ഒരുപക്ഷെ നിക്ഷേപിച്ചിട്ടുണ്ടാവാം. ആ ഒരു കുറ്റകൃത്യത്തിന് തന്ത്രിയുടെ മേൽ അടയ്ക്കേണ്ടത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ പിഴയാണ്, അല്ലാതെ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചു എന്ന ക്രിമിനൽ കുറ്റമല്ല. ഒരു തന്ത്രി ഭഗവാനെ മോഷ്ടിച്ചു എന്നതിനേക്കാൾ വലിയ അപമാനം അയാൾക്ക് ജീവിതത്തിൽ എവിടെയാണുള്ളത്? അയാൾക്ക് കിട്ടിയ ദക്ഷിണ കൃത്യമായി കണക്ക് കൊടുത്ത് ടാക്സ് അടച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലല്ല ഭഗവാന്റെ സ്വത്ത് മോഷ്ടിച്ചു എന്ന് പറയുന്നത്. തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അക്കൗണ്ടിങ് പിഴവാകാം, കൃത്യമായി കണക്ക് കാണിച്ച് ടാക്സ് അടയ്ക്കാത്തതാവാം, അങ്ങനെ കിട്ടിയ പണം എവിടെയെങ്കിലും നിക്ഷേപിച്ചതാവാം. അതിന് പേരിൽ തന്ത്രിക്ക് പിഴയടക്കണമെങ്കിൽ അടയ്ക്കട്ടെ. പക്ഷെ തന്ത്രി അയ്യപ്പനെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞത് അന്യായമായി പോയി. അയ്യപ്പന്റെ പിതൃതുല്യനായ തന്ത്രിക്ക് അയ്യപ്പനെ മോഷ്ടിക്കേണ്ട ഗതികേടില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ആ കുറ്റകൃത്യം തന്ത്രിയുടെ മേൽ ചുമത്തിയവരൊക്കെ മാപ്പേറ്റു പറയേണ്ടതുണ്ട്. അതിന് തയ്യാറായില്ലെങ്കിൽ പിണറായി വിജയൻ തന്ത്രിയെ കുരുക്കിയതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. കാരണം അയ്യപ്പനെയും അയ്യപ്പന്റെ ആചാരങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന് പിണറായി വിജയൻ ഇപ്പോൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ കുറ്റകൃത്യത്തിൽ നിന്നും പാപപരിഹാരക്രമം ചെയ്ത് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും കോടതിയെ കൊണ്ട് ഭഗവാൻ പറയിപ്പിച്ചിരിക്കുന്നു, മാർച്ച് 15 മുൻപ് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് വ്യക്തമാക്കണമെന്ന്. വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ആ ഉത്തരം കൂടി പറഞ്ഞതിന് ശേഷം മാത്രമേ പിണറായിക്ക് ഭരണം അവസാനിപ്പിക്കാൻ കഴിയൂ. അതിൻ്റെയൊക്കെ അപ്പുറത്താണ് തന്ത്രിയോട് ചെയ്ത ക്രൂരകൃത്യം. എണ്ണി ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട് സർക്കാർ പക വീട്ടിയതാണെന്ന്. ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിക്കാത്തതിനെ, സർക്കാരിൻ്റെ ഉഡായിപ്പുകൾക്ക് കൂട്ടുനിൽക്കാത്തതിനെ, ആഗോള അയ്യപ്പ സംഗമത്തിൽ എത്താത്തതിനെ, അതിൻ്റെയൊക്കെ ശിക്ഷ കൊടുത്തതാണ് പിണറായിയും കൂട്ടരും. തന്ത്രിക്കെങ്കിൽ തീർച്ചയായും അതിനുള്ള മറുപടി പറഞ്ഞിട്ടേ പിണറായിക്ക് മടങ്ങേണ്ടി വരൂ. അതിനുള്ള ശിക്ഷ അനുഭവിച്ചിട്ടേ പിണറായിക്ക് മടങ്ങേണ്ടി വരൂ. ശ്രീജിത്ത് പണിക്കർ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ വിഷയത്തെക്കുറിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ ചർച്ചകൾ മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അതേ ഭാഗം തന്നെ ഇപ്പോൾ സാധൂകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നെ വിമർശിച്ച, നല്ല രീതിയിലാണെങ്കിലും എന്നോട് ഉപദേശ രൂപത്തിൽ സംസാരിച്ച ആൾക്കാരെല്ലാവരും തന്നെ ഇത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വത്ത് ആരെങ്കിലും കട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തന്ത്രിയായാലും മന്ത്രിയായാലും ഉദ്യോഗസ്ഥരായാലും അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല. അതങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷേ അതിൻ്റെ പേരിൽ, ഒരാളിൻ്റെ ഉത്തരവാദിത്തത്തിൽ പെടാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ വ്യാജമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആരോപിച്ചുകൊണ്ട് ദുർബലമായിട്ടുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടിൻ്റെ FIRൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു തന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആളിനെ കേസിൽ അറസ്റ്റ് ചെയ്യുക, 2 കേസുകൾ അദ്ദേഹത്തിന് മേൽ ചുമത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അനാവശ്യമാണ്, അപലപനീയമാണ്. അതുകൊണ്ട് തന്നെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന് മതിയായിട്ടുള്ള കാരണങ്ങളില്ല എന്നുള്ള ഒരു കാര്യം അന്ന് മുതൽ തന്നെ പറഞ്ഞിരുന്നത്.
ഒന്നാമത്, അദ്ദേഹത്തിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കാനായിട്ടുള്ള ഒരു തരത്തിലുള്ള തെളിവുകളും SITയുടെ കയ്യിലില്ല. രണ്ടാമത്തേത്, ഈ 2 ക്രൈമുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവുകളും രേഖകളും SITയുടെ കയ്യിലില്ല. മൂന്നാമത്, തന്ത്രിക്കുണ്ട് എന്ന് SIT പറയുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള അധികാരവും അവിടുത്തെ ദേവസ്വം മാനുവൽ പ്രകാരം തന്ത്രിക്കില്ല എന്നുള്ളതും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ഇങ്ങനെയുള്ള സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് തന്ത്രിക്കെതിരെ തെളിവിൻ്റെ കണിക പോലും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നതും SIT അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഈ ജഡ്ജ്മെൻറ്റ് വഴി നേടിയിരിക്കുന്നതും.